അവൻ നടന്നുപോയ പാതകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കടൽ തീരത്തിലെ നടപ്പൊക്കെ പോയി കഴിഞ്ഞ് വലിയ ഒരു മലയിലൂടെ ഇവൻ പോകുന്ന ഒരു പാത കാണിച്ചു കൊടുത്ത്. വലിയ മലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മരണനിഴൽ താഴ്വരയിൽ നിന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ കാലൊന്ന് തെന്നിയാൽ താഴെ വീണ് പോകുന്ന അത്ര വഴുവഴുപ്പുള്ള സ്ഥലങ്ങളിലൂടെ ഇവന്റെ ജീവിതത്തിൽ നടന്നുപോയ സന്ദർഭങ്ങൾ അവനിങ്ങനെ കണ്ടു. പക്ഷെ ഇവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം സംഭവിച്ചു. എന്നറിയാമോ? അവിടെ ഒരു കാൽപാദമുദ്രയേ ഉള്ളൂ. അപ്പോൾ ഇവന് വാസ്തവം പറഞ്ഞാൽ സങ്കടവും കുറച്ച് ദേഷ്യവും ഒക്കെ വന്നു. ചിലപ്പോൾ നമുക്കും ഇതൊക്കെ ഉണ്ടാകും കേട്ടോ. ചിലപ്പോൾ നമുക്കും സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടാകും. അവൻ കർത്താവിനോട് പറഞ്ഞു, ലോർഡ്, ഇറ്റ് ഈസ് നോട്ട് ഫെയർ. ഇത് ശരിയല്ല. എന്തു പറ്റി? എനിക്ക് വലിയ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നപ്പോൾ നീ എൻ്റെ കൂടെ നടന്നു. ഇവിടെ ഞാൻ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ എപ്പോൾ വഴുതി വീഴുമെന്നറിയാൻ വയ്യാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടമനുഭവിച്ചപ്പോൾ, മുന്നിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യാതെ ഏറ്റവും പരിക്ഷീണനായിരുന്നപ്പോൾ നീ എന്നെ ഇട്ടേച്ചു പോയില്ലേ? എന്നെ കർത്താവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ ഇട്ടിട്ട് പോയെന്ന് പറയാൻ കാര്യം? നോക്ക്, അവിടെ ഒരു കാൽപാദമുദ്ര മാത്രമേ ഉള്ളൂ. മണൽത്തരികളിലൂടെ നടന്നപ്പോൾ 2 കാൽപാദമുദ്രകൾ, എൻ്റേതും നിൻ്റേതും ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നോക്ക്, എൻ്റെ കാൽപാദമുദ്ര മാത്രമേ ഉള്ളൂ. നീ എന്താ എന്നെ ഇട്ടിട്ട് പോയത്? ഉടനെ ദൈവം അവനോട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ ഇട്ടിട്ട് പോയില്ല. പിന്നെ എന്തുകൊണ്ടാണ് കാൽപാദമുദ്ര കാണാത്തത്? മോനെ, ആ കാൽപാദമുദ്ര ആരുടെയാണെന്നറിയാമോ? അതെൻ്റെ അല്ലേ? അല്ല മക്കളെ, പിന്നെ അത് എൻ്റെയാ. അപ്പം ഞാനോ? ഇതിലെ നിനക്ക് നടക്കാൻ കഴിയില്ല, ഇതിലെ നീ നടന്നാൽ നീ താഴെ വീഴുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ നിന്നെ കരങ്ങളിലെടുത്ത് വഹിച്ചുകൊണ്ട് പോകുകയായിരുന്നു. പ്രിയമുള്ളവരെ, ചില സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മുടെ കൂടെ നടക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, വഴുതി വീഴുന്ന സന്ദർഭങ്ങളിൽ അവൻ നമ്മളെ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. പ്രത്യുത അവൻ നമ്മളെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് അവൻ നടക്കുന്ന ഒരു സ്റ്റേജ്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത, വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾസ്. അല്ലാത്തപ്പോഴും അവൻ തുണയാണ്. അവൻ തുണയല്ലാതിരിക്കുന്ന ഒരു സന്ദർഭമേ ഇല്ല. അപകടം ഉണ്ടാകുമ്പോൾ മാത്രമല്ല കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത്. അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന അതേ ദൈവമാണ് അപകടം കൂടാതെ നമ്മളെ രക്ഷിക്കുന്നത്. പലപ്പോഴും നമ്മൾ അപകടം വരുമ്പോൾ ഇതൊക്കെ തിരക്കുന്നുള്ളൂ, നമ്മൾ അറിയുന്നുള്ളൂ എന്നുള്ളതൊരു വാസ്തവമാണ്. എന്നാൽ അപകടം കൂടാതെ ഓരോ ദിവസങ്ങളിലും, നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കൊറോണ വന്നിട്ട് രക്ഷപ്പെടുന്നതും കൊറോണ വരാതെ രക്ഷപ്പെടുന്നതും ഒരുപോലെ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ പ്രശ്നം അതൊക്കെയാണല്ലോ. കൊറോണ വന്നിട്ട് രക്ഷപ്പെട്ട അനേകരുണ്ട്, ഇല്ലേ? പക്ഷേ കൊറോണ വന്നിട്ട് രക്ഷപ്പെടുമ്പോൾ നമ്മളെല്ലാം സ്തോത്രം പറയും, അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും, നമ്മളും പ്രാർത്ഥിക്കും, നമ്മൾ കർത്താവിന് നന്ദി പറയും. പക്ഷേ അത് വരാതെയും വന്നവരെയും കർത്താവ് രക്ഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അപകടം കൂടാതെ 40 വർഷം ആ പ്രായമുള്ള മിഷനറിയെ നടത്തിയ അതേ ദൈവമാണ് ഒറ്റ ദിവസം പോയപ്പോൾ അപകടം ഉണ്ടായി, ആ അപകടത്തിൽ നിന്ന് ആ മിഷനറിയെ രക്ഷിച്ചതും അതേ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറയാത്ത ഒരു ദിവസം ഉണ്ടാകാൻ കഴിയില്ല. We need to say thanks to the Lord in all our days. എപ്പോഴും ഒന്നുകിൽ അപകടത്തിൽ നമ്മളെ രക്ഷിച്ചതിന്, അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതിന് നന്ദി പറയാം, അല്ലെങ്കിൽ അപകടം കൂടാതെ നമ്മളെ സൂക്ഷിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയാനായിട്ട് കഴിയും. ചിലപ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മളെ എത്രയോ സുഹൃത്തുക്കൾ, എത്രയോ സുഹൃത്തുക്കൾ, എൻ്റെ അനേക ഫ്രണ്ട്സ് കൊറോണ ബാധിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ പ്രശ്നങ്ങൾ. ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെയാണല്ലോ ഇവിടുത്തെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എല്ലാം പറയുന്നത്, അപകടമുണ്ടാവുകയില്ല, രോഗമുണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പം എന്തോ ചെയ്യും? ഇപ്പോൾ രോഗം വന്നു കഴിയുമ്പോൾ എന്തോ ചെയ്യും? അപകടമുണ്ടാവുകയില്ല എന്ന് പ്രസംഗിച്ച് നടന്നിരുന്ന ഒരു പാസ്റ്റർ അപകടത്തിൽ മരിച്ചുപോയി. അപ്പോൾ എത്രയോ പേരുടെ വിശ്വാസത്തെ അത് ബാധിച്ചെന്നറിയാമോ? എത്രയോ പേരുടെ വിശ്വാസത്തെ. ഈ കഴിഞ്ഞ ദിവസവും ഒരു പെന്റിക്കോസ്റ്റൽ കൺവെൻഷന് ഒരു വലിയൊരു ലീഡർ എന്ന് വെച്ചാൽ വലിയൊരു മെഗാ പ്രീച്ചർ വന്നിട്ട് പറഞ്ഞു, ഈ രോഗമെന്നൊന്നും പറയുന്നത് ദൈവമൊക്കെ ഉള്ളതല്ല,
രോഗം എന്ന് പറയുന്നത് ദൈവമൊക്കെ ഉള്ളത് അല്ല. ഒരു വലിയ മെഗാ കൺവെൻഷനിൽ പ്രസംഗിച്ചതാ. അവൻ രോഗം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഇവരെന്ത് നോക്കിയാ ഇത് പറയുന്നത്? എന്ത് നോക്കിയാണ്? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ചിലപ്പം രോഗം ഉണ്ടായെന്നിരിക്കും, ചിലപ്പോൾ അപകടം ഉണ്ടായെന്നിരിക്കും, ചിലപ്പോൾ മരണം പോലും സംഭവിച്ചെന്നിരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് ഈ പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായ സമയത്ത് ഞാൻ ആ ഞായറാഴ്ച നെടുമ്പ്രത്ത് പാസ്റ്റർ KC ചർച്ചിലായിരുന്നു. അന്ന് അവിടെ പ്രസംഗിച്ച ഒരാൾ പറഞ്ഞു, ഞാനത് പത്രം മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി, ഒരു വിശ്വാസിയെങ്കിലും അപകടത്തിൽപ്പെട്ടോ? പ്രിയമുള്ള ദൈവമക്കളെ, ഒരു വിശ്വാസിയും അപകടത്തിൽപ്പെട്ടില്ല. പക്ഷേ ആ അപകടത്തിൽ ഒരു വിശ്വാസി മരിക്കുക വരെ ചെയ്തു. ഞാൻ പറഞ്ഞത്, നമുക്കിങ്ങനെ കുറച്ച് പോപ്പുലർ പ്രീച്ചിങ്ങിന് കൂടെ നിൽക്കുന്ന രീതിയിലുള്ള കുറച്ച് പ്രസംഗങ്ങളൊക്കെ പറയാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്തെല്ലാം അപകടങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, അത് അവിശ്വാസികൾക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ പറയാം, അത് അവിശ്വാസികൾക്കാണെന്ന് പറയാം. പക്ഷെ വിശ്വാസികൾക്ക് വരുമ്പോഴോ, വിശ്വാസികളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ കാര്യങ്ങൾ, ഇന്നെനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസികളുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഇതിനെ വിശ്വാസികളുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനോട് എങ്ങനെയാ പ്രതികരിക്കുന്നത്? അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് ഓരോ മറുപടി ഉണ്ടല്ലോ. നമ്മൾ പറയും, അത് പ്രതിസന്ധികളൊക്കെ വന്നാലും നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല, നമ്മൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. സാധാരണ രീതിയിൽ ആളുകൾ പറയുന്ന രീതി, അതൊക്കെ വരും. ചിലർ വരത്തില്ലെന്ന് പറയും, ഇനി വരുമെന്നൊരാൾ സമ്മതിച്ചാലും പറയും, ചിലവും വരുമായിരിക്കും, പക്ഷേ നമ്മൾ ദൈവത്തോടൊന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നത്, ഇല്ല, നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ചോദിക്കാതിരുന്നിട്ട് എന്തെടുക്കാനാ? ഈ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിട്ട് അതങ്ങ് ചോദിക്കാതെ ഇങ്ങനെ അങ്ങ് കടിച്ചു പിടിച്ചിരിക്കണമെന്ന് എനിക്ക് അതിനോട് അത്ര അങ്ങോട്ട് യോജിപ്പില്ല. എനിക്ക് നമ്മൾ മാത്യു സങ്കീർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, സങ്കീർത്തനത്തിനെല്ലാം ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിനകത്ത് സങ്കീർത്തനങ്ങളിലെ ഞാൻ കാണുന്ന ഒരു വലിയ പ്രത്യേകത എന്നറിയാമോ? ഈ സങ്കീർത്തനക്കാർ ഭയങ്കര പ്ലെയിൻ ആൾക്കാരാണ്. അവരുടെ മനസ്സിൽ തോന്നുന്ന എല്ലാം ഇവർ വിളിച്ചു പറയും. എന്തോ മനസ്സിലുണ്ടെങ്കിലും അത് വിളിച്ചു പറയും എന്ന് തന്നെയല്ല, ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും ഇവന്മാർക്ക് ഒരു മടിയില്ല. എന്തും, ഇനി നമ്മളെ ഇന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യാത്ത കാര്യം പോലും ചിലപ്പം ഇവന്മാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആസാബ് പറയുന്നൊരു കാര്യമുണ്ട്, എന്തോ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ, അങ്ങനെയൊക്കെ വിളിച്ചു പറയാവോ? അല്ലേ? എടാ, തോന്നിയാൽ പിന്നെ എന്തോ ചെയ്യും? എനിക്കങ്ങ് അസൂയ തോന്നുക. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നിയാൽ പിന്നെന്തോ ചെയ്യണം? മിണ്ടല്ലെന്നല്ല ഞാൻ പറയുന്നത്, അത് ചോദിച്ചു. അസൂയ തോന്നിയ അത്, പക്ഷേ ചോദിക്കുന്നത് എവിടെ ആയിരിക്കണം? അഹങ്കാരികളുടെ അടുത്ത് എന്ന് പറയരുത്, ദേ നിന്നെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നുണ്ട് എന്ന് പറയരുത്. നമ്മൾ ഈ കാര്യമൊക്കെ ദൈവസന്നിധിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ദൈവസന്നിധി ചെന്നങ്ങ് പറ, കർത്താവേ എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഇവന്മാരുടെ ഈ സൗഖ്യം അങ്ങോട്ട് കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് പറഞ്ഞോ. അത് ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറ. സങ്കീർത്തനക്കാരെപ്പോഴും അങ്ങനെയാണ്. അവർ ദൈവസന്നിധി വന്ന് എല്ലാം ഹൃദയം തുറന്ന് പറയുന്ന ആളുകളാണ്. ഹൃദയം തുറന്ന് പറയുന്ന ആളുകൾ. 137 സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ്റെ മക്കളെ പാറമേൽ അടിച്ചു കൊല്ലുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ അടുത്തല്ല എന്ന് പറഞ്ഞത്, എവിടെ പോയി പറഞ്ഞത്? ദൈവസന്നിധി, ഹൃദയത്തിൽ തോന്നിയതാ. അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഏത് അങ്ങനെ അടിച്ചു കൊല്ലണമെന്നോ എന്നൊന്നുമല്ല. പക്ഷേ സങ്കീർത്തനക്കാരുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് എല്ലാം ദൈവസന്നിധിയിൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നമുക്കും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കാൻ തോന്നിയാൽ ചോദിച്ചോ. അത് ചോദിക്കരുതെന്ന് പറയുന്നതിനകത്ത് ഞാൻ അർത്ഥം കാണുന്നില്ല. നമ്മൾ പിന്നെ അല്ലാതെ എവിടെ ചോദിക്കുന്നത്? ദൈവസന്നിധി ചെന്ന് ചോദിക്കുക, വൈ ഗാഡ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, അവൻ്റെ പപ്പ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇവൻ്റെ അങ്കിള് ഒരു വേൾഡ് വൈഡ് ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴല്ല, 10-25 വർഷം മുമ്പിലത്തെ കാര്യം ഞാൻ പറയുന്നത്. 25-30 വർഷം അടുത്താണ്, 30 വർഷം മുമ്പാണ്. ഇദ്ദേഹത്തിന് ഒരു അസുഖം, ക്യാൻസർ വന്നു. എന്നിട്ട് ഫൈനലി ലോകത്തിലെല്ലാവരും പ്രാർത്ഥിച്ചു. അന്ന് ഇമെയിലും ഒന്നുമില്ല. എന്നിട്ടും ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഞാൻ പറഞ്ഞ ആളിൻ്റെ അങ്കിള്, അതായത് ഈ മരിച്ച ആളിൻ്റെ ബ്രദറിൻലോ ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലെ ചെയർപേഴ്സൺ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളും വേൾഡ് വൈഡായിട്ട്
പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള എല്ലാ രാജ്യക്കാരുമായ ആളുകൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. എന്നിട്ടും അദ്ദേഹം മരിച്ചു. ആ വ്യക്തി മരിക്കുമ്പോൾ ഞാൻ കേരളത്തിലില്ലായിരുന്നു, ഇന്ത്യയിലില്ലായിരുന്നു എന്നാണ് എൻ്റെ ചിന്ത. ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഞാൻ ഈ മോനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സൈജ അഭിചായ് മരിച്ചു. അഭിചായ് എന്നാണ് വിളിക്കുന്നത്. അഭിചായ് മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. അങ്കിൾ പറഞ്ഞ് ലോകത്തിലെല്ലാവരും എൻ്റെ അഭിചായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ അഭിചായ് ജീവിക്കാഞ്ഞത്? ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടിയില്ല? എന്നിട്ട് അവൻ തന്നെ പറഞ്ഞു, നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, വിജു എന്നവൻ്റെ പേര്, വിജു അതെന്താ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്? അയ്യോ, നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ സഭയിൽ വന്നിട്ടുള്ള എല്ലാവരും എന്നോട് പറഞ്ഞാലെന്നറിയാമോ, മോനെ നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ചോദ്യം ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാതിരുന്നിട്ട് എന്താ വിജു കാര്യം? നിനക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കണേ, ചോദിച്ചു. അയ്യോ, ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ദൈവം കോപിക്കത്തില്ലേ? ഞാൻ പറഞ്ഞു, ചോദ്യം ചോദിച്ചാൽ കോപിക്കുമെങ്കിൽ ദൈവം ആദ്യം കോപിക്കേണ്ടത് യേശുക്രിസ്തുവിനോടാ. കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ചോദ്യമല്ലേ? മനസ്സിലൊരു കാര്യം തോന്നിയാൽ അത് ചോദിക്കാതിരുന്നിട്ട് എന്താ അർത്ഥം? അപ്പൊ ചോദ്യം ചോദിച്ചാൽ ദൈവം കോപിക്കുമെങ്കിൽ യേശുവിനോട് വേണമല്ലോ കോപിക്കാൻ. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ ഉത്തരം നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. ഉത്തരവില്ലെന്നല്ല, ഉത്തരം ചിലപ്പം നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മെച്യൂരിറ്റി ഉണ്ടാകണം. 3.5 വയസ്സുള്ളപ്പോൾ എൻ്റെ മോൾ എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചു, അപ്പേ ഈ വിമാനം എന്താ ഈ മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വീഴാത്തെ? ഞാനൊരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ ദേണ്ടത് താഴോട്ട് വീഴുന്നു. അപ്പം ഞാൻ ഇവളോട് എന്തുവാ ഉത്തരം പറയുന്നത്? എനിക്ക് വേണമെങ്കിൽ പറയും, മോളെ അത് മാസും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഒരു പ്രത്യേക അനുപാതത്തിലാകുമ്പോൾ അതിങ്ങനെ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഫിസിക്സ് മുഴുവൻ എനിക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. പക്ഷേ ഈ 3.5 വയസ്സുള്ള കൊച്ചിനോട് ഫിസിക്സ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ അതെ പണ്ട് തൊട്ട് വിമാനം ഉണ്ടായപ്പോൾ തൊട്ടേ അങ്ങനെയാ, മുകളിലോട്ട് പോയാൽ പിന്നെ താഴോട്ട് വീഴത്തില്ല. ഉണ്ടായപ്പോൾ തന്നെ ഈ പറഞ്ഞത് ഒരു സെൻസും ഉള്ള ഉത്തരവൊന്നും അല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, 3.5 വയസ്സുള്ള കൊച്ചിന് ഇത്രയൊക്കെ പറ്റൂ. ഇതുപോലെ ദൈവത്തിന് ഉത്തരവില്ലാഴികയൊന്നുമില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ദൈവത്തിന് ഉത്തരവുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള മെച്യൂരിറ്റി ഒരു പക്ഷെ നമുക്ക് ഉണ്ടായി എന്ന് വരില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് യാതൊരു തടസ്സവും ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. പ്രത്യേകിച്ച് നമുക്കുണ്ടാകുന്ന ചോദ്യങ്ങൾ, പ്രധാനമായും ഉണ്ടാകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുഖമടച്ച് കരയായിരിക്കും നമ്മൾ, അല്ലാതെ വേറെ ഒന്നുമില്ല. അന്നേരവും നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്, ദൈവമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എനിക്കെന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് മറ്റുള്ളവർക്ക് സംഭവിക്കുമ്പം ചോദിക്കാൻ എളുപ്പമാണ്, ഇല്ലേ? പക്ഷെ നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു പക്ഷേ എൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ? ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. അത് ചോദിക്കുന്നത് തെറ്റില്ല. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി കൊണ്ടാണോ? പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഏതെങ്കിലും നിലയിലുള്ള എൻ്റെ ഒരു പാപം കൊണ്ടല്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അല്ലെങ്കിൽ വിശുദ്ധന്മാരായ നീതിമാന്മാരായ നല്ല ബോധ്യമുള്ള ആളുകൾക്ക് സംഭവിക്കുന്നതായ പ്രതിസന്ധികൾ എന്തുകൊണ്ടെന്നുള്ള ചോദ്യം പലപ്പോഴും ഉണ്ടാകും. ചിലപ്പോൾ ആളുകൾ പറയും, നീ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇയ്യോബിൻ്റെ സഹോദരന്മാർ, സ്നേഹിതന്മാരെല്ലാം വന്ന് പറഞ്ഞ കാര്യം അതാണ്. ഇയ്യോബിന് ഇത്രയും വലിയ കഷ്ടത ഉണ്ടായപ്പോൾ ഇയ്യോബിൻ്റെ സഹോദരന്മാർ വന്ന് ആശ്വസിപ്പിക്കാൻ വന്നതാ. പക്ഷേ ആശ്വസിപ്പിക്കാൻ വന്ന് പറഞ്ഞെന്നറിയാമോ? എവിടെങ്കിലും ഒരിടത്ത് നീ തോന്നിവാസം കാണിച്ചിട്ടുണ്ടാ, നീ അത് ഓർക്കാഞ്ഞിട്ടാ. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീതിമാനായിട്ട് നശിച്ചു പോയ ആരാ ഉള്ളേ? നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചെളിയില്ലാതെ താമര വളരുമോ? ചോദിക്കുക. അപ്പം നാച്ചുറലി ഇയ്യോബിന് സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എൻ്റെ വല്ല പ്രശ്നമാണോ? പക്ഷെ ഇയ്യോബ് നോക്കിയിട്ടൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇയ്യോബിനെ സ്വാഭാവികമായി ഞാൻ അവനോട് ചോദിക്കും, എന്താ ഇങ്ങനെ വന്നെന്നുള്ളത് ചോദിക്കും. ദൈവസന്നിധിയിൽ ഒന്നും നിർമ്മലമൊന്നും അല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ
ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണെന്ന് പറയത്തക്ക നിലയിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്കറിയാം അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ഇല്ലല്ലോ എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞ ആളാ ഇയ്യോബ്. പക്ഷെ ആ ഇയ്യോബിന്റെ ജീവിതത്തിലെ കഷ്ടതകൾ, അപ്പൊ ചോദ്യം ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാ? നാച്ചുറലി വി മേ ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇയ്യോബ് ചോദിച്ചപ്പോഴും കർത്താവ് പറഞ്ഞു, എടാ നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നാ കർത്താവും പറയുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ചോദ്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നല്ല. സ്നേഹിതന്മാർ പറഞ്ഞു നീ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, നിന്റെ കുഴപ്പമാ. ഇയ്യോബ് പറഞ്ഞു ഞാൻ അറിയുന്നില്ല, തിരുസന്നിധിയിൽ ആരും നീതിമാനൊന്നുമല്ല, പക്ഷേ എൻ്റെ കുറ്റം കൊണ്ടാകണമെന്ന് നിർബന്ധമില്ല, ദൈവത്തിന് എന്നോട് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നാലും ഞാനൊന്ന് ചോദിക്കും. എന്നിട്ട് ചോദ്യം ചോദിക്കരുതെന്ന് പറഞ്ഞ സ്നേഹിതന്മാരോടല്ല ദൈവം അനുഭാവം കാണിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ച ഇയ്യോബിനോടാണ്. കർത്താവ് തന്നെ പറയുന്നത്, ദൈവം തന്നെ പറയുന്നത്, നിങ്ങൾ എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ എനിക്ക് ഹിതകരമായി സംസാരിച്ചില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദൈവത്തിന് അത്ര വിരോധമുള്ള കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയം പകരാൻ, നമ്മുടെ അപ്പച്ചനല്ലേ, അതുകൊണ്ട് നമ്മുടെ ഹൃദയം പകരാൻ ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുന്ന ആര് ജീവിതത്തിൽ ഇതുപോലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു. തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മുടെ മേൽ പൂർണ്ണമായ അവകാശമുണ്ട്, അതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന് നമ്മളെ എന്തും ചെയ്യാം. പക്ഷേ ഒരു ലക്ഷ്യവുമില്ലാതെ ദൈവം നമ്മളെ തകർക്കുകയില്ല. എന്തെങ്കിലും ഒരു ആൻസർ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. കൈവിട